ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല അർബുദം പോലുള്ള രോഗമെന്നും മികച്ച ആരോഗ്യ പരിപാലന ശീലവും തെറ്റായ ജീവിത രീതികളിൽ നിന്നുള്ള മാറ്റവും അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും അർബുദത്തിന് ചികിത്സ തേടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ സംഗമം അമൃതം 2024 ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷനായി. കേരളത്തിൽ അർബുദ ഗവേഷണത്തിനും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിനും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി മലബാർ ക്യാൻസർ സെന്റർ മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാലത്ത് മലബാർ മേഖലയിലെ ആളുകൾക്ക് ക്യാൻസർ ചികിത്സക്കായി ദീർഘദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. 2001 MCC സ്ഥാപിക്കപ്പെട്ടത് മലബാർ മേഖലയിലുള്ള അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറി. ഇന്ന് കേരളത്തിലെ അർബുദ ചികിത്സയിലും ഗവേഷണത്തിലും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി MCC മാറിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല അർബുദം പോലെയുള്ള രോഗങ്ങൾ. അതിന് പൊതുജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ്. അർബുദ ചികിത്സയ്ക്കായുള്ള ആധുനിക സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും രോഗമുക്തിയെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, ശാസ്ത്രീയമായ അർബുദ ചികിത്സ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, ചികിത്സയുള്ള ഭയം മാറ്റുക, ശാസ്ത്രീയമായ ചികിത്സയിലൂടെ അതിജീവനം സാധ്യമാണെന്ന സന്ദേശം പകരുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടിയാണ് മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തലശ്ശേരി നഗരസഭയും കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി അതിജീവനത്തിന്റെ ആഘോഷം അമൃതം 2024 സംഘടിപ്പിച്ചത്. 2500ഓളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഥാകൃത്ത് ടി പത്മനാഭൻ, MCC ഡോക്ടർ സംഗീത നായനാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.